ഒരു രാജാവ് തൻ്റെ പരിവാരങ്ങളുമായി സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു സന്യാസിയെ കണ്ടുമുട്ടാനിടയായി. രാജാവ് കുതിരപ്പുറത്ത് നിന്നിറങ്ങി സന്യാസിയുടെ കാൽക്കൽ ശിരസ്സ് നമിച്ചു. കൊട്ടാരത്തിലെത്തിയപ്പോൾ മന്ത്രി രാജാവിനോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് യാചകനെ പോലെ തോന്നിച്ച ആ സന്യാസിയുടെ മുന്നിൽ ശിരസ്സ് കുനിച്ചത്? രാജാവ് അപ്പോൾ ഒന്നും മിണ്ടിയില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞ് രാജാവ് മന്ത്രിയെ വീണ്ടും വിളിപ്പിച്ചു. ഒരു സഞ്ചി മന്ത്രിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ 4 വസ്തുക്കളുണ്ട്. ഇവ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണം. ചന്തയിലെത്തിയ മന്ത്രി സഞ്ചി തുറന്നപ്പോൾ അത്ഭുതപ്പെട്ടു. അതിനുള്ളിൽ കോഴി, ആട്, മീൻ എന്നിവയുടെ തലകൾക്കൊപ്പം ഒരു മനുഷ്യൻ്റെയും തല. ആദ്യത്തെ 3 എണ്ണത്തിൻ്റെയും തലകൾ ആളുകൾ വാങ്ങി. സൗജന്യമായി നൽകാമെന്ന് പറഞ്ഞിട്ടും മനുഷ്യൻ്റെ തല മാത്രം ആരും വാങ്ങിയില്ല. മനുഷ്യൻ്റെ തലയുമായി തിരിച്ചെത്തിയ മന്ത്രിയോട് രാജാവ് പറഞ്ഞു, ആർക്കും വേണ്ടാത്ത ഒരു തല സന്യാസിയുടെ മുന്നിൽ കുനിയുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടാകും. ജീവിതത്തിൽ നമുക്ക് ശിരസ്സ് കുനിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകാം. നിവർന്നു നിന്നതുകൊണ്ട് മാത്രം ആർക്കും ആയുസ് ഫലപ്രദമായി പൂർത്തീകരിക്കാനാകില്ല. കൊടുങ്കാറ്റിൽ കടപുഴകുന്നത് നേരെ നിന്നുകൊടുത്ത വൻമരങ്ങളാണ്, താഴ്ന്നു കൊടുത്ത പുൽക്കൊടികളല്ല. സ്വന്തം തലയുടെ മികവ് കൊണ്ട് മാത്രം വിജയിക്കുന്ന ആരും ഉണ്ടാകില്ല. പിന്നെന്തിനാണ് ഒരിക്കലും തല കുനിക്കില്ലെന്ന ദുർവാശി? എത്ര പത്തി വിടർത്തി ആടിയാലും ഒരിക്കൽ തല താഴ്ത്തി കിടക്കേണ്ടി വരും. ശിരസാവഹിച്ച കർമ്മങ്ങളുടെ പേരിലായിരിക്കും ഒരാൾ അറിയപ്പെടുക. ചിലയിടങ്ങളിൽ നമുക്ക് തല കുനിക്കാം, വിനീതരാകാൻ ശീലിക്കാം.